ഇല്ല. കുട്ടികളിലൂടെ, സ്കൂളുകളിലൂടെ അന്യമത വിരോധം, ഇത് തന്നെയല്ലേ നമ്മുടെ നാട്ടിലും കണ്ടത്. സെന്റ് റീതാസ് പബ്ലിക് സ്കൂൾ ആണെങ്കിലും നിർമ്മല കോളേജ് ആയിരുന്നാലും ഇവിടെയൊക്കെ കണ്ടതും ഇത് തന്നെയാണ്. ജൂത വിരോധവും പലസ്തീൻ പ്രേമവും രണ്ടും അപകടമാണ്. അതായത് ക്രിസ്ത്യാനികളെ മൊത്തം ഇവര് എന്നോ ലക്ഷ്യം വെച്ച് തുടങ്ങിയതാ. ഇന്നും ഇന്നലെയും ഒന്നുമല്ല. വാര്യം കുന്നനെയൊന്നും നിങ്ങൾ ആരും മറന്നിട്ടില്ലല്ലോ. അന്നേ അതിനും മുമ്പേ തുടങ്ങിക്കഴിഞ്ഞു ഇവർ. നമ്മൾ മാത്രം മതി ഈ നാട്ടില്, ഈ ലോകത്ത്. ആദ്യം ചെറിയ ചെറിയ നമ്മുടെ ഓരോ പ്രദേശങ്ങൾ വീതം മതവൽക്കരിക്കുക. അത് കഴിഞ്ഞിട്ട് ക്രമേണ 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 ആദ്യം സംസ്ഥാനങ്ങളാകട്ടെ, പിന്നീടാകട്ടെ നമുക്ക് രാഷ്ട്രങ്ങൾ പിടിക്കാം. ഇങ്ങനെ സമാധാനത്തോടു കൂടിയാണ് ഇവരുടെ പ്രവർത്തന മികവുകൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ നിങ്ങളെന്റെ തമ്പനയിൽ കണ്ടോന്ന് എനിക്കറിയില്ല, നോക്കോ. യു ബാസ്റ്റഡ്, ഓസ്ട്രേലിയക്ക് ധൈര്യമുണ്ടായി ഇന്നത് തുറന്നു പറയാൻ. കണ്ടോ, ഈ തന്തയ്ക്ക് പിറക്കാത്തവന്മാരാണ് എന്ന് തുറന്നു പറയാൻ ഓസ്ട്രേലിയക്ക് ധൈര്യമുണ്ടായത് അവർക്ക് ശക്തമായ ഒരു അനുഭവം വന്നപ്പോൾ മാത്രമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, അയ്യോ പാവം മുസ്ലിങ്ങളെ പറയുന്നു, മുസ്ലിം വേട്ട നടത്തുന്നു എന്നൊക്കെയാണ് ഇവര് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോ ഏതാണ്ട് നല്ല കൃത്യമായിട്ട് ആളുകൾക്ക് മനസ്സിലായി ഇവര് കാര്യങ്ങൾ പഠിച്ചാണ് പറയുന്നത്. ഇവരെന്താണ് എന്ന് വളരെ നന്നായിട്ട് അനുഭവ പാഠമുണ്ട്. അതുപോലെ പുസ്തകങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഇവരെന്താണെന്ന് അറിഞ്ഞു വെച്ചിട്ടാണ് ഇവരൊക്കെ ഈ പറയുന്നത് എന്ന് നല്ലൊരു വിഭാഗം ആളുകൾക്ക് മനസ്സിലായതാണ് നമുക്കാകെയുള്ളൊരു സമാധാനം. അരിയും മലരും ഒന്നും ഇനി വാങ്ങേണ്ടി വരില്ല. അതല്ലാതെ തന്നെ ആളുകൾക്ക് ശരിക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്നത് ഒരു ഗുണമാണ്. ഇന്ന് ഓസ്ട്രേലിയക്ക് എങ്ങനെയാ കാര്യങ്ങൾ ബോധ്യപ്പെട്ടത്? നല്ല ഒരു അനുഭവം അവർക്ക് വന്നപ്പോൾ അല്ലേ. തന്തയും മോനും ഇവര് കുടുംബമായിട്ട് തന്നെയാണ് ഇതിനിറങ്ങി തിരിച്ചിരിക്കുന്നത് എന്ന് അറിയുന്നവർക്കറിയാം. നിദ ഫാത്തിമ എവിടെയെങ്കിലും ചൊറിയുന്നെങ്കിൽ മാറിപ്പോയിരുന്നു ചൊറി വെച്ചേ, ചെല്ലേ. അപ്പോ മുമ്പ് ഇസ്രയേലിലെ ജൂതന്മാരെ, വാപ്പാ ഞാൻ 10 പേരെ എന്റെ ഈ കൈകൾ കൊണ്ട് കൊന്നു വാപ്പാ, ജൂതന്മാരിൽപ്പെട്ട 10 പേരെ, ഇനിയും കൂടുതൽ ആളുകളെ കൊന്നിട്ട് ഞാൻ വരാം വാപ്പാ എന്ന് പറഞ്ഞില്ലേ. ഒരു 21കാരൻ 10 പേരെയെ കൊന്നുള്ളൂ വാപ്പാ, അവരുടെ ചോര ഇപ്പോഴും എന്റെ കയ്യിൽ ഇങ്ങനെ വരുവാണ് വാപ്പാ, എന്റെ കയ്യിലൂടെ ഊർന്നു പോകുന്നത് ജൂതന്മാരുടെ ചോരയാണ് വാപ്പാ എന്ന് വെളുപ്പിനെ 2 മണിക്ക് ഫോൺ ചെയ്ത് പറയുക ഒരു ഹമാസ് ഭീകരൻ. അപ്പൊ വാപ്പ പറഞ്ഞു, മോനെ എത്ര ആളുകളെ നിനക്ക് നേരം വെളുക്കുന്നതിനോടകം കൊന്നൊടുക്കാൻ പറ്റുമോ അത്രയും പേരെ കൊന്നൊടുക്കിയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാൻ. മനസ്സിലായ? ബാസ്റ്റഡ് എന്ന് വിളിച്ചത് നിദ ഫാത്തിമയെയും നിന്റെ തന്തയെയുമാണ്. ഈ ബാസ്റ്റഡുകളെ ന്യായീകരിക്കുന്ന നിനക്കൊന്നും തന്തയില്ലാത്തവരാ. ഉമ്മാമാരോട് പോയി ചോദിക്കുക, എത്ര പേര് വന്ന് മേഞ്ഞിട്ടാണ് നീയൊക്കെ ഉണ്ടായതെന്ന്. കാരണം തന്തയ്ക്ക് പിറന്നവരാണെങ്കിൽ ഈ രൂപത്തിലൊന്നും പ്രവർത്തിക്കില്ല. മനസ്സിലായ? നിന്റെയൊക്കെ വട്ടച്ചൊറികൾ ഉണ്ടല്ലോ, അത് തീർക്കുക തന്നെ ചെയ്യും കേട്ടാ. അയ്യോ നല്ല ഭാഷയാണല്ലോ നിദ ഫാത്തിമ. ഉമ്മ പെലയാടാൻ പോയപ്പോഴാണോ വാപ്പായ്ക്ക് ഉമ്മായെ കിട്ടിയത് നിന്റെ തള്ളയെ? എന്നിട്ട് പിന്നീട് ആ കേന്ദ്രത്തിന്റെ നേതൃസ്ഥാനം നീ ഏറ്റെടുത്തോ നിദ ഫാത്തിമ? ആണാ? നല്ല ഭാഷയാണല്ലോ ഈ വരുന്നത്. വരട്ടെ. നിന്നെ അപ്പൊ നിന്റെ ഉമ്മ തൂറിയിട്ടതാണോ? നീ ഈ ഡാഷ് മോളല്ലേ? നിന്റെ ഉമ്മാക്കത് ഇല്ലാത്തത് കൊണ്ടാണോ നിന്റെ വാപ്പ നിന്റെ ഉമ്മായെ കെട്ടിയത്? ആണോ? ഇതുപോലെയുള്ള തന്തയ്ക്ക് പിറക്കാത്ത വേശ്യാജന്മങ്ങളാണ് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നത്. മനസ്സിലായ? ഇതുപോലെയുള്ള തന്തയാരാണ് എന്നറിയാത്ത വേശ്യകൾ ഉൽപ്പാദിപ്പിച്ചു വിടുന്ന തീവ്രവാദികൾ, ഇത്തരം തന്തയ്ക്കു പിറക്കാത്ത വേശ്യാവൃത്തിയെ പ്രോത്സാഹിപ്പിക്കുന്ന
72 ഹൂറികൾ മാറിടം നൂത്തു നിപ്പുണ്ട് എന്ന് പറഞ്ഞ് അതിനു വേണ്ടിയിട്ട് കൊല്ലാനും കൊല്ലപ്പെടാനും നിൽക്കുന്ന ഇത്തരം നിദ ഫാത്തിമമാരെയാണ് നമ്മളൊന്ന് സൂക്ഷിക്കേണ്ടത്. ഒരവസരം കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുക വേശ്യാലയത്തിൽ പോകാനേ, ആ വേശ്യാവൃത്തിക്ക് വേണ്ടിയിട്ട്. അപ്പോ സിഡ്നിയിലെ ഭീകരാക്രമണം നമ്മളാരും മറന്നിട്ടില്ല. അപ്പോ ഓസ്ട്രേലിയക്ക് ശരിക്ക് കിട്ടിയത് കൊണ്ട് ഓസ്ട്രേലിയ ഇവരെ തന്തയ്ക്കു പിറക്കാത്ത നായിന്റെ മക്കളെ എന്ന് പറയാൻ ധൈര്യം കാണിച്ചു. ഇനിയും അവര് കൃത്യമായിട്ട് 1 മുഴം മുമ്പേ എറിഞ്ഞോളും. അടയാളം കിട്ടിയല്ലോ, ഇനി ധൈര്യമായിട്ട് നിന്നോളും, കുഴപ്പമില്ല. അപ്പോ ഓസ്ട്രേലിയയിലെ സിഡ്നി ബോണ്ടി ബീച്ചില് എന്താ അവിടെയും സംഭവിച്ചത്? ജൂതമത വിശ്വാസികളുടെ ഹനൂക്ക എന്ന് പറയുന്ന അവരുടെ ആഘോഷങ്ങൾക്കിടയിൽ ഉണ്ടായ ഭീകരാക്രമണത്തിൽ 16 പേരാണ് മരിച്ചത്. ഇവിടെ ഇസ്രയേലിലെ സൂപ്പർനോവ മ്യൂസിക് ഫെസ്റ്റില് 1400 പേരെയാണ് കൊന്ന് ആ നാട്ടിൽ ഈ ഹമാസ് ഭീകരർ ചോരപ്പുഴയൊഴുക്കിയത്. എന്തിനായിരുന്നു? അവരെന്ത് തെറ്റാ ചെയ്തത്? സൂപ്പർനോവ മ്യൂസിക് ഫെസ്റ്റ്. മ്യൂസിക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഇഷ്ടമല്ലല്ലോ. ശൈത്താൻ വളിവിടുന്നത് പോലെ ഇവർക്ക് തോന്നത്തില്ലേ? അതുകൊണ്ട് അത് വേണ്ട. പക്ഷെ ഇവർക്ക് ബാങ്കും ഖുർആനായത്തും പ്രസംഗങ്ങളും ഒക്കെ അതുപോലെ ആകാം. അപ്പോ ഒക്ടോബർ 7 നടന്നതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ കളമശ്ശേരിയിൽ ഓർമ്മയുണ്ടോ? കൺവെൻഷൻ സെന്ററില് അവിടെ യഹോവ സാക്ഷികളുടെ സമ്മേളനമായിരുന്നു. അവിടെയും ഇവർ ഇത് തന്നെ ചെയ്തു. മാർട്ടിൻ എന്ന് പറയുന്ന മതം മാറി ദുബൈയിൽ പോയിട്ട് സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കാൻ പഠിച്ച അവൻ വന്നിട്ട് 5 സ്ഥലത്താണ് സ്ഫോടനം നടത്തിയത്. സൂപ്പർനോവ മ്യൂസിക് ഫെസ്റ്റിൽ നടന്നതുപോലെ തന്നെ കളമശ്ശേരിയിലെ യഹോവ സാക്ഷികളുടെ പ്രോഗ്രാമിലും ഇവർ ഇത് തന്നെ ചെയ്തു. അപ്പൊ ഇവർക്ക് ഹനൂക്ക, യഹൂദന്മാരുടെ ആഘോഷം പറ്റുമോ? ഇത് തന്നെയല്ലേ ഇവിടെ നിന്ന് മതം മാറി പൊട്ടിത്തെറിക്കാൻ വേണ്ടി സിറിയയിലേക്ക് പോയ ഐസിസ് ഭീകരനായിട്ടുള്ള റാഷിദ് അബ്ദുള്ള പറഞ്ഞത് എന്താ? ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും ഒക്കെ ആഘോഷങ്ങൾക്കിടയിലേക്ക് നിങ്ങൾ ചാടിക്കേറണം, എന്നിട്ട് കാലിന്റെ ഇടയിൽ സാമാനം വെച്ചിട്ട് പൊട്ടിത്തെറിക്കണം. അത് തന്നെയല്ലേ അവരും ചെയ്തത്. 40-ലധികം പേർക്ക് പരിക്കേറ്റു. ഓസ്ട്രേലിയയിലെ സിഡ്നിയിലെ പരിക്കേറ്റവരിലെ 5 പേരുടെ നില അതീവ ഗുരുതരമാണ്. ഇവരുടെ ഭീകരാക്രമണങ്ങൾ അവസാനിക്കുന്നുണ്ടോ? 8 വർഷം നീണ്ടു നിൽക്കുന്ന 8 ദിവസം നീണ്ടു നിൽക്കുന്ന ജൂത ആഘോഷമായിട്ടുള്ള ഹനൂക്കയുടെ ചടങ്ങുകൾ, അതിനിടയ്ക്കാണ് ഉച്ചയ്ക്ക് 2:17 ആക്രമണം ഉണ്ടായത്. തോക്കുധാരികളായിട്ടുള്ള 2 പേർ ചേർന്ന് 50 തവണ വെടിയുതിർക്കുകയായിരുന്നു. അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സംഭവത്തെ തീവ്രവാദ ആക്രമണമായിട്ട് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആക്രമണം നടത്തിയത് വാപ്പയും മോനുമാണ് എന്ന് ന്യൂ സൗത്ത് വെയിൽസ് പോലീസ് തിരിച്ചറിഞ്ഞു. തന്തയ്ക്കും മോനും ഒരുമിച്ച് 72x2 പോരെ. 72x2, മോൻ 24 വയസ്സ്, തന്തയ്ക്ക് 50 വയസ്സ്. ഹൂറികളുടെ മാറിടം മോഹിച്ച് മര്യാദയ്ക്ക് ജീവിക്കുന്ന മനുഷ്യന്മാരെ കൊലവിളിക്കാൻ ഇവനൊക്കെ 6-ാം നൂറ്റാണ്ടിലെ ഒരു പുസ്തകവും കയ്യിൽ പിടിച്ചിറങ്ങിത്തിരിക്കുന്നതാ. ഇന്ന് ഇവരെന്താണ് എന്ന് നമ്മൾ കാരണം ആരെങ്കിലുമൊക്കെ തിരിച്ചറിഞ്ഞെങ്കിലോ? അതാണ് നമ്മുടെ ഈ ജീവിതത്തിന്റെ ലക്ഷ്യം. 50 വയസ്സുള്ള പിതാവിനും വേണം 72 ഹൂറികൾ, അതോ മുഴുത്ത മാറിടമുള്ള ഹൂറികൾ. വിശപ്പുള്ള യോനിയും വളയാത്ത ലിംഗവും സ്വപ്നം കണ്ടിട്ട് മറ്റു മനുഷ്യന്മാരെ കൊല്ലാൻ ഇറങ്ങിത്തിരിച്ച നീചന്മാർ. ഇതിന് പിന്നില്
ഇവര് പാകിസ്ഥാനിലെ ലാഹോർ സ്വദേശികളായിട്ടുള്ള നവീദ് അക്രം എന്ന വ്യക്തിയാണ് എന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 50 വയസ്സുകാരനായ തോക്കുധാരിയെ പോലീസ് വെടിവെച്ചതിനെ തുടർന്ന് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അയാള് കാഞ്ഞു. അയാള് ചൊറുകത്തിലെത്തി. ഹൂറികൾ തൂക്കിയെടുത്തോണ്ട് പോയി. ഇയാള് ലൈസൻസ് ഉള്ള തോക്കിനുടമയാണെന്നും ഇയാളുടെ പേരിൽ 6 തോക്കുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും പോലീസ് കമ്മീഷണർ മാൽ ലാൻയോൺ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആക്രമണത്തിന് ഈ 6 തോക്കുകളും ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് നിഗമനം. 24 വയസ്സുള്ള മകനെ ഗുരുതരമായ പരിക്കുകളോടുകൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ആക്രമണത്തിന് പിന്നിൽ മറ്റാരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നറിയണമെങ്കിൽ ഇവൻ ജീവിതത്തിനും മരണത്തിനും ഇടയ്ക്ക് കിടന്നിട്ട് ആ സത്യം ഒന്ന് ഛർദിക്കണം. അതുകൊണ്ട് 24-കാരനായ മകന്റെ ജീവൻ എടുത്തിട്ടില്ല, എടുക്കാതെ എടുത്തുകൊണ്ടിരിക്കുന്നു. ഈ സംഭവ സ്ഥലത്തിന് സമീപത്ത് നിന്ന് 2 സജീവമായിട്ടുള്ള ഇംപ്രൊവൈസ്ഡ് സ്ഫോടക വസ്തു IEDs ഇത് കണ്ടെത്തിയെന്ന് ന്യൂ സൗത്ത് വെയിൽസ് പോലീസ് കമ്മീഷണർ മാൽ ലാൻയോൺ അദ്ദേഹം പറയുന്നു. അക്രമികളെ കുറിച്ചും അവരുപയോഗിച്ച ആയുധങ്ങളെ കുറിച്ചിട്ടുമുള്ള സുപ്രധാനമായിട്ടുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതിനോടകം തന്നെ അന്വേഷണത്തിന്റെ ഭാഗമായി പടിഞ്ഞാറൻ സിഡ്നി പ്രാന്തപ്രദേശങ്ങളായിട്ടുള്ള ബോണി റിഗിയിലും അതുപോലെ ക്യാമ്പസിയിലും ഒക്കെ ഇവരുടെ താമസ സ്ഥലത്ത് പോലീസ് സെർച്ച് വാറണ്ടുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ ആക്രമണത്തിന്റെ വാർത്ത നടക്കുന്നതാണ് എന്ന് ഇന്ന് നടക്കുന്ന സംഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് പറയുന്നു, ഇത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ്. പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇവരെയൊക്കെ നിങ്ങൾ വരവേറ്റി കൊണ്ടവിടെ ഇരുത്തുവോ? അവരെന്താ പറഞ്ഞിട്ട് ചെയ്യുമോ? അക്രമികള്, ഭീകരന്മാര് ഇവർക്ക് അഭയം നൽകുമ്പോൾ അറിയില്ലായിരുന്നല്ലേ? പലയിടത്തും നടക്കുന്ന സംഭവങ്ങൾ വെച്ചിട്ടെങ്കിലും ഒന്ന് വിലയിരുത്തണ്ടായിരുന്നു. ഓസ്ട്രേലിയൻ ഭരണകൂടത്തെ വിമർശിച്ച് ഇസ്രായേൽ ആദ്യ പ്രതികരണവുമായി രംഗത്ത് വരുന്നു. ഓർമ്മയുണ്ടോ? ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം നടക്കുന്ന സമയത്ത് ഇസ്രായേലിന് ആയുധം കൊടുക്കല്ലേ, ഹമാസ് ചത്തുവീണോണ്ടിരിക്കുക ഇസ്രായേലിന്റെ കരങ്ങളാൽ. അതുകൊണ്ട് ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ ആയുധ കയറ്റുമതി നിർത്തിവെച്ചപ്പോൾ അതിന് പച്ചക്കൊടി കാണിച്ചതാ ഓസ്ട്രേലിയ. അന്ന് നെതന്യാഹു പറഞ്ഞു, അറിയാത്ത പുള്ള ചോണിയുമ്പോൾ അണിഞ്ഞില്ലേ? നെതന്യാഹു പറഞ്ഞു, ഓസ്ട്രേലിയൻ ഭരണകൂടം മുന്നറിയിപ്പുകൾ അവഗണിച്ചു. ഇതിനിടയില് നിരായുധനായിട്ടുള്ള ഒരു വ്യക്തി തോക്കുധാരിയെ ആക്രമിച്ച് കീഴടക്കാൻ ശ്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. ഈ അക്രമികൾക്കെതിരെ നടന്ന ധീരമായിട്ടുള്ള ചെറുത്തുനിൽപ്പിന്റെ സൂചന കൂടിയാണ്. ഇതിനകത്ത് എന്താ ഇനി വരുന്നതെന്നറിയാമോ? ഒരു തന്തയും മോനും ബോണ്ടി ബീച്ച് തകർക്കാനും അവിടെയുള്ള മുഴുവൻ ജൂത വിഭാഗത്തെ ഇല്ലാതാക്കാനും ഇറങ്ങിത്തിരിച്ചു. ഇനി ഓസ്ട്രേലിയയിലുള്ള സാധാരണ സമാധാനത്തോടു കൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മുസ്ലിങ്ങൾക്കും ഇതൊരു തലവേദനയല്ലേ? അതെ, നിങ്ങളുടെ